ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയ് 19 നടന്ന CSEB പരീക്ഷയുടെ ബാങ്കിങ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ എക്സാം സാമാന്യം ഒരു എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു മെയ് 19 CSEBയുടെ ജൂനിയർ ക്ലർക്ക് എക്സാം. അപ്പോൾ ആ ഒരു എക്സാമിന് ബാങ്കിങ് മേഖലയിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്, എങ്ങനെയാണ് അതിൻ്റെ ചോദ്യം ചോദിച്ച രീതി, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിങ് ബാലൻസ് ഇറ്റ്. വളരെ എളുപ്പമുള്ള, നമ്മൾ എപ്പോഴും ബാങ്കിങ്ങുമായിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്കിങ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിങ് ബാലൻസ് ഇൻ ഇറ്റ്. അതായത് ബാങ്ക് അതിൻ്റെ ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് ഈസ് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിങ് ബാലൻസ് ഇൻ ഇറ്റ്. ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞു, ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിച്ചതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എഴുതാതെ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ എഴുതിയ ആളുകളുണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിലും നമുക്കെന്താണ് ക്യാഷോ അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റോ നടത്താനുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് ആർക്കാണ് ബാങ്ക് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് കാർഡ് ബാങ്ക് അതിൻ്റെ ലോയലായിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ലിമിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇതിനനുസരിച്ച്, അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനും അവരുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ കോൺട്രാക്ട് വിച്ച് ഡിനോട്ട്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ടൈപ്പ് ഓഫ് ലോൺ, ഗ്യാരണ്ടി, ഇൻഫോർമേഷൻ ടു പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, ഇൻഫോർമേഷൻ ടു ബാങ്ക് ബാലൻസ്. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഗ്യാരണ്ടിയാണ്. അതോടൊപ്പം തന്നെ അതിൽ നമ്മളുടെ ബാങ്ക് ബാലൻസ് സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും നമുക്ക് എന്താണ് അവൈലബിൾ ആവും. പക്ഷേ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അത് ഒരു ഗ്യാരണ്ടീനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ. വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം, ഹൈ റിസ്കി ക്യാപിറ്റൽ ആണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റ് ചെയ്തത് ഏത് കൺട്രിയിൽ നിന്നാണ്? ഇറ്റലി, ജർമ്മനി, UK, USA. USA എന്നാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റ് ചെയ്തത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കി ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് വൺ, പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ ഡീൽസ് വിത്ത് ഡാഷ്. പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽ ഗിഫ്റ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഓൺലി, ഡെബിറ്റ് കാർഡ് ഓൺലി, ക്രെഡിറ്റ്, ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഗിഫ്റ്റ് കാർഡും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ ഡീൽസ് വിത്ത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് നമ്മളുടെ മോഡേൺ ബാങ്കിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ടെക്നോളജി ചേഞ്ചസ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്ക്. അതായത് ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്ത് റിസ്ക് ആണ് എന്നാണ്. ലിക്വിഡിറ്റി റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, മാർക്കറ്റ് റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക് എന്താ നമുക്കറിയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ആണ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് മേക്കിംഗ്, എബിലിറ്റി ഓഫ് എൻ അസെറ്റ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് മേക്കിംഗ് എനി ലോസ് ഇൻ ടൈം ആൻഡ് വാല്യൂ. ടൈമിലോ വാല്യൂവിലോ ലോസ് ഇല്ലാതെ ഒരു അസറ്റിനെ ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ചേഞ്ച് ഒരിക്കലും ലിക്വിഡിറ്റിയുമായിട്ട് കണക്റ്റഡ് അല്ല. സ്ട്രാറ്റജിയും നമുക്കറിയാം, ലോങ് ടേം പ്ലാൻ ഓഫ് ആക്ഷനെയാണെന്ന് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതും റിലേറ്റഡ് അല്ല. പക്ഷേ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് എന്താണ്? ബിസിനസ്സിൻ്റെ ഓവറോൾ ഓപ്പറേഷൻസിനെ ബാധിക്കും. അപ്പം ടെക്നോളജി ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ റിസ്ക് ആണ്. അപ്പോൾ ടെക്നോളജി ചേഞ്ചസ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷണൽ റിസ്ക് ആണ്. മോഡേൺ ബാങ്കിങ് എന്നാണ് അധികവും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ്. താഴെ പറയുന്നതിൽ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത് ഏതാണ്? ലോണ്, ഓർഡിനറി ലോണ് ക്രെഡിറ്റ് ആണ്. ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ FD ലോൺ, FD വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു 80% നമുക്ക് ലോണ് കിട്ടും.
അപ്പോൾ FD ലോൺ എന്ന് പറയുന്നത് നമ്മുടെ FD റെസിപ്റ്റ് വെച്ചിട്ട് ആ ബാങ്കിൽ നിന്ന് നമുക്ക് എന്താണ് ലോൺ കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വേ ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇതിൽ വേ ഓഫ് ക്രെഡിറ്റ് അല്ലാത്ത അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത് ഡിസോണറിങ് ഓഫ് ബില്ലാണ്. അപ്പോൾ ഓർഡിനറി ലോണും ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും FD ലോണും ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് ആണ്. ഡിസോണറിങ് ബില്ല് എന്ന് പറയുന്നത് അത് സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ല. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഡിസോണറിങ് ഓഫ് ബില്ലാണ്. നെക്സ്റ്റ് വൺ ആണ് സുവിധ എ ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ബാങ്ക്. അതായത് സുവിധ എന്ന് പറയുന്നത് ഒരു ലോൺ സ്കീമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ബാങ്കാണെന്നാണ്? നബാർഡ്, SBI, കേരള ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക്. കേരള ബാങ്കിൻ്റെ ലോൺ സ്കീമാണ് സുവിധ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ബാങ്കുകളും നബാർഡ് ഇഷ്യൂ ചെയ്യുന്ന പ്രത്യേക സ്കീമുകളുണ്ട്. അതുപോലെ തന്നെ SBIൻ്റെ സ്കീമുകളുടെ പേരുകൾ, ഗ്രാമീണ ബാങ്കിൻ്റെ സ്കീമുകളുടെ പേരിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബന്ധൻ ബാങ്ക് പോലുള്ള ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്കീമിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പലതരത്തിലുള്ള ലോണുകളും ഒക്കെ ലേഡീസിനും അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സുവിധ എന്ന് പറയുന്ന ലോൺ സ്കീം കേരള ബാങ്കിൻ്റെ സ്കീമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ചെയർമാൻ ആരാന്നാണ്? ദിനേശ് കുമാർ ഖാര, അശ്വിനി കുമാർ തിവാരി, സ്വാമിനാഥൻ ജെ, CS സെട്ടി. ഇതിൽ ദിനേശ് കുമാർ ഖാരയാണ് SBIയുടെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അശ്വിനി കുമാർ തിവാരി ഫോമർ MD ആയിരുന്നു. സ്വാമിനാഥൻ ജെ എന്ന് പറയുന്നത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഡെപ്യൂട്ടി ഗവർണറാണ്. അപ്പോൾ ഇതാണ് SBIൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരയാണ്. അപ്പോൾ നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ഹെഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദി ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ്. എന്താണ്? സ്വിഫ്റ്റ് ആണോ, UN ആണോ, IDA ആണോ, FATF ആണോ? FATF ആണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് വാച്ച് ഡോഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസ് ടു കസ്റ്റമർ ആസ് എ പാർട്ട് ഓഫ് ഡാഷ് ഫംഗ്ഷൻ. ഏജൻസി സർവീസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസ്, ഓർഡിനറി സർവീസ്, പ്രൈമറി ഫംഗ്ഷൻ. ഇത് CSEBയുടെ ആൻസർ വന്നപ്പോൾ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്നായിരുന്നു ഈ ടാക്സ് കൺസൾട്ടൻസി സർവീസ് പ്രൊഫഷണൽ ആൻസർ കീയിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്നായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ച ആ മെത്തഡോളജി പ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ബുക്സൊക്കെ റെഫർ ചെയ്ത സമയത്ത് ഇതിൽ ഏജൻസി ഫംഗ്ഷനിലാണ് ഈ ഒരു ടാക്സ് കൺസൾട്ടൻസി സർവീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏജൻസി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി സർവീസസ് ആണ് കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർസ്, ആക്ട് ആസ് കറസ്പോണ്ടൻറ്റ്, ഇൻകം ടാക്സ് കൺസൾട്ടൻസി, പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, ആക്ട് ആസ് ട്രസ്റ്റി ആൻഡ് എക്സിക്യൂട്ടർ. ഇത്രയും കാര്യങ്ങൾ വരുന്നത് ഏജൻസി സർവീസിലാണ്. അപ്പോൾ ടാക്സ് കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് ഒരു ഏജൻസി സർവീസ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെലക്ട് എ റോങ് വൺ റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഏതാണെന്നാണ്? കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ്, അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഹൈ ക്രെഡിറ്റ് റിസ്ക്, രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇതിൽ പേയ്മെൻറ്റ് ബാങ്കുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റോങ് വൺ എന്ന് പറയുന്നത് ഹൈ ക്രെഡിറ്റ് റിസ്ക് ആണ്. പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പേർപ്പസ് ഈസ് കോൾഡ് കൈറ്റ് ബില്ല്, ട്രേഡ് ബില്ല്, എസ്ക്രോ ബില്ല്, യൂസൻസ് ബില്ല്. അതായത് ഒരു പർട്ടിക്കുലർ പേർപ്പസിന് ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടീഷണലി ഡെലിവർ ചെയ്യുന്ന ബില്ല് ഏതാണെന്നാണ്? കൈറ്റ് ബില്ല്, ട്രേഡ് ബില്ല്, എസ്ക്രോ ബില്ല്, യൂസൻസ് ബില്ല്. ആൻസർ വരുന്നത് എസ്ക്രോ ബില്ലാണ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ബിൽസിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ടൈപ്പ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അതിൽ അക്കമഡേഷൻ ബില്ല് പഠിക്കാണ്ട് അതിൻ്റെ പല പേരുകൾ, നമ്മുടെ ക്രോസ് ഫയർ, കൈറ്റ് ബില്ല് എന്നൊക്കെ പറയുന്ന അക്കമഡേഷൻ ബില്ല് പഠിക്കാനുണ്ട്, യൂസൻസ് ബില്ല് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബില്ല് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മുന്നേ ഉള്ള പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വൺ, BIM ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ NPCI ടു ബ്രിങ് ഇൻ.
അതായത് എന്തിനു വേണ്ടിയിട്ടാണ് NPCI BIM ആപ്പ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ആപ്പ് ഡെവലപ്പ് ചെയ്തതെന്നാണ്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, റെഡ്യൂസ് NPA, സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്, ആൻറ്റി മണി ലോണ്ടറിങ്. അതായത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ BIM ആപ്പ് NPCI ഡെവലപ്പ് ചെയ്തത്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്നും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള BSBD അക്കൗണ്ടുകൾ, അതുപോലെ നോ ഫ്രിൽ അക്കൗണ്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ BIM ആപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്വിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്, അല്ലെങ്കിൽ സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1973 സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1973 ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോഡേൺ ബാങ്കിങ്ങിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സ്വിഫ്റ്റ്. അതുപോലെ തന്നെ നമ്മളുടെ RTGS, പിന്നെ അതുപോലെ നെഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ, അതുപോലെ തന്നെ നെഫ്റ്റും RTGS ഒക്കെ പഠിക്കുമ്പോൾ, IMBS ഒക്കെ പഠിക്കുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ പഠിക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം മിനിമം ലിമിറ്റ് പഠിക്കണം. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973. നെക്സ്റ്റ്, റീറ്റെയിൽ ബാങ്കിങ് ഈസ് ആൾസോ കോൾഡ്. റീറ്റെയിൽ ബാങ്കിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് കൺസ്യൂമർ ബാങ്കിങ് എന്ന് പറയുന്നത്. റീറ്റെയിൽ ബാങ്കിങ് ഈസ് ഓൾസോ കോൾഡ് കൺസ്യൂമർ ബാങ്കിങ്. ഇനി IDBI ബിഗാൻ ആസ് എ സബ്സിഡറി ഓഫ്. IDBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ സബ്സിഡറി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. IDBI ബിഗാൻ ആസ് എ സബ്സിഡറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ഡ്രോവർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ കണ്ടു, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡ്രോവർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ്, ഡ്രോവർ എന്താണ്? ക്രെഡിറ്റർ ആണ്. അപ്പോൾ ഡ്രോവർ ക്രെഡിറ്റർ ആണ്. അതുപോലെ തന്നെ ഡ്രോവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ പഠിക്കണം. ഡ്രോവർ ക്രെഡിറ്റർ ആണ്. അതുപോലെ തന്നെ സെല്ലർ ഓഫ് ഗുഡ്സ് ആണ്. സെല്ലറും ക്രെഡിറ്ററും എന്നൊക്കെ പറയുന്നത് ഡ്രോവറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോയി ആരാന്ന് പഠിക്കണം. പേയി ഉണ്ടെങ്കിൽ പേയിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് ബില്ല് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻസ് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡ്രോവർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട മറ്റൊന്നാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പാസ്സാക്കിയത്. അത് നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് മാർച്ച് 1, 1882 148 സെക്ഷൻസ് ആയിരുന്നു ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ ഉണ്ടായിരുന്നത്. 148ാമത്തെ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡ് ചെയ്തത് 2018 നമ്മളെ എൻ്റയർ ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുന്നത്. നെഗോഷ്യബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിനെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് എന്ത് പറയുന്നത്? നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. ഈ കാര്യങ്ങളാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിൽ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നത് സെക്ഷൻ 5 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാണെന്ന് പറയുന്നത് സെക്ഷൻ 7 ആണ്. 3 പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ളത്. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ടതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരൊക്കെയുള്ളത്? ഡ്രോവർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. ഡ്രോവർ എന്ന് പറയുന്ന ക്രെഡിറ്റർ ആണ്. അതായത് ഡ്രോവർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. സെല്ലർ ഓഫ് ദ ഗുഡ്സ് ആണ് ഡ്രോവർ എന്ന് പറയുന്നത്. ഡ്രോയി എന്ന് പറയുന്നത് മെയിനായിട്ട് ആരാ? ഡ്രോയി എന്ന് പറയുന്നത് ബയ്യർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? ഡെപ്റ്റർ ആണ് ഡ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോവർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻറ്റ് ഈസ് സൈനിങ് ആസ് എൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഫ്രം പേഴ്സണൽ ലയബിലിറ്റി. എൻഡോഴ്സ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യം കറക്റ്റായിട്ട് വായിക്കണം. കാരണം ചിലപ്പോൾ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പേഴ്സണൽ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരിക്കലും പെർപ്രോ എൻഡോഴ്സ്മെൻ്റ് അല്ല. പക്ഷേ ഇവിടെ പേഴ്സണൽ ലയബിലിറ്റി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എൻഡോഴ്സ്മെൻറ്റ് ആസ് ആൻ ഏജൻറ്റ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം
ഏജൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ഏജൻറ്റും പേഴ്സണൽ ലയബിലിറ്റി എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർ പ്രോ എൻഡോസ്മെൻ്റ് ആണ്. അതായത് പെർ പ്രോ എൻഡോസ്മെൻറ്റിൽ പറയുന്നത് ഏജൻറ്റ് സൈനിങ് വൺ എൻഡോസ്മെൻറ്റ് ആസ് എൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ് ഹിംസെൽഫ് ഫ്രം ദ പേഴ്സണൽ ലയബിലിറ്റി ബൈ യൂസിങ് വേർഡ് പെർ പ്രോ. അതായത് അതാണ് പെർ പ്രോ എൻഡോസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അത് പേഴ്സണൽ ലയബിലിറ്റി ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ, ഏജൻറ്റ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻഡോസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കണം. ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം. പലതരത്തിലുള്ള എൻഡോസ്മെൻ്റ് ഉണ്ട്. പാർഷ്യൽ എൻഡോസ്മെൻ്റ് ഉണ്ട്, ഫുൾ എൻഡോസ്മെൻ്റ് ഉണ്ട്, ബ്ലാങ്ക് എൻഡോസ്മെൻ്റ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെൻറ്റ്, സാൻസ് ഫ്രേസ്, സാൻ റീകോസ്, പെർപ്രോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എൻഡോസ്മെൻറ്റിൽ ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു എൻഡോസ്മെൻ്റ് എന്നുള്ള പാർട്ട്. നെക്സ്റ്റ് വൺ, യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. അതായത് ചെക്കിൻ്റെ ബാക്കിൽ ആരുടെ സിഗ്നേച്ചറാണ് ഇടുക എന്നുള്ളത് സംശയം വരാം. ഡ്രോവറിൻ്റെ ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരാം. പക്ഷേ ചെക്കിൻ്റെ ബാക്കിൽ നമ്മൾ സൈൻ ചെയ്യേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ നമുക്ക് ചെക്ക്, അയാളുടെ പേരിലുള്ള ചെക്ക് നമുക്ക് എന്താണ് നമ്മളുടെ പേര് എഴുതിയിട്ട് തന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരിൽ എഴുതി തന്നു ചെക്ക്. ബാങ്ക് പോകുമ്പോൾ നമ്മളോട് എന്താ പറയുക, നമ്മൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചെയ്യും, ആരാണോ പേയി ആ പേയിനോട് അവിടെ എന്താണ് ബാക്കിൽ സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ചെയ്യാൻ പറയും. അതാണ് യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. അവിടെ പേയിൻ്റെ സിഗ്നേച്ചറാണ് വേണ്ടത്, ഒരിക്കലും ഡ്രോവറിൻ്റെ ഒന്നും അല്ല സിഗ്നേച്ചർ വേണ്ടത്, പേയിൻ്റെ സിഗ്നേച്ചറാണ്. ആർക്കാണോ പേയ്മെൻറ്റ് കിട്ടുന്ന ആ പേയുടെ സിഗ്നേച്ചറാണ് ആ ചെക്കിൻ്റെ ബാക്കിൽ ഇടേണ്ടത്. അപ്പോൾ യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഈസ് സീൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയി ആണ്. ചെക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്ക് പഠിക്കുമ്പോൾ മെയിനായിട്ട് ചെക്ക് പഠിക്കണം, അതിൻ്റെ ക്രോസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് നോൺ ആസ്. അതായത് ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്യാമെന്നുള്ള ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ടൈം ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ലിൽ ടൈം ബില്ല്, അക്കോമഡേഷൻ ബില്ലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ടൈം ബില്ലാണ്. നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ്. ഇതും ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ ഏത് ബാങ്കിൻ്റെയാണെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ സ്റ്റുഡൻസൊക്കെ എന്താണ് കോപ്പറേറ്റീവ് ബാങ്കാന്നുള്ള അസംഷനോട് കൂടിയിട്ട് ഫസ്റ്റ് തന്ന തന്നെ എന്താണ് 15 ഡേയ്സ് മുതൽ 10 ഇയേഴ്സ് വരെ 15 days to 10 years എന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്തു. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ ഏത് ബാങ്കാണെന്ന് ചോദിച്ചിട്ടില്ല. കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചോദിക്കും വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 15 days to 10 years ആണ്. പക്ഷെ ഇവിടെ അതൊന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇംപ്ലൈഡ് ആണ് എന്ത് കൊമേഴ്ഷ്യൽ ബാങ്കാന്നുള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, ടേം ഡെപ്പോസിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 7 days to 10 years ആണ്. അപ്പം വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ഇവിടെ ചോദിച്ചത് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. അത് 7 days to 10 years ആണ്. നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് 15 days to 10 years ആണ്. നെക്സ്റ്റ്, മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. RBI പഠിക്കുമ്പോൾ RBI അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ RBIൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മുടെ JCIക്കും കേരള ബാങ്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. CSEBക്ക് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ തിയറി ആയിട്ട് RBI പഠിക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, ഫങ്ഷൻസ് പഠിക്കണം, RBIൻ്റെ കമ്മിറ്റീസ് പഠിക്കണം, കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സിനെയൊക്കെ മെമ്പേഴ്സ് എത്ര പേരുണ്ട്, അവരുടെ കാലാവധി എത്രയാണ്, അതൊക്കെ നമ്മൾ പഠിക്കണം. മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണ് ഉണ്ടാവുക. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് 6 members ആണ്. അപ്പോൾ നമ്മൾ CSEBയുടെ പരീക്ഷ എല്ലാവർക്കും പൊതുവേ ഒരു എളുപ്പമായിരുന്നു. പക്ഷേ അശ്രദ്ധ കൊണ്ട് കുറേ പേർക്കൊക്കെ എന്താണ് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ഈ ഒരു പരീക്ഷേൻ്റെ മുന്നേ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. മെയ് 15-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം 190 ഒഴിവുകളാണ് ഈ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയ്ക്കുള്ളത്. അപ്പോൾ ഒരു ചിട്ടയായിട്ടുള്ള പഠനം
ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു CSEB ഇനി വരുന്ന CSEB എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. 3/2024 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ CSEBയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2 വരെ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് CSEB എക്സാമിന്. ഇതുവരെ അപേക്ഷിക്കാത്തവർ പെട്ടെന്ന് തന്നെ നമ്മുടെ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 190 ഒഴിവുകളാണുള്ളത്. യോഗ്യതയൊക്കെ നിങ്ങൾക്കറിയാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അപ്പോൾ നമ്മളുടെ പുതിയ ബാച്ചിന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ ഈ ഒരു നിങ്ങളുടെ ഈ കുറഞ്ഞ ടൈം കൊണ്ട് എങ്ങനെ സിലബസ് എല്ലാം കവർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ക്ലാസ്സുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. മോഡൽ എക്സാംസ് ഉണ്ട്, ക്വറി ഹാൻഡ്ലിംഗ് സെഷൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീക്ക്ലി ഒരു മിനിമം 3ഓളം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാ സബ്ജക്റ്റിനും, ഇൻക്ലൂഡിങ് GK, മാത്സ്, ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി നമുക്കെന്താണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്സസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രപ്പോസൽ ഓഫ് ബാഡ് ബാങ്ക് സ്കീം വാസ് സബ്മിറ്റഡ് ബൈ. ബാഡ് ബാങ്ക് സ്കീം എന്താണെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ബാഡ് ബാങ്ക് സ്കീം എന്നുള്ള പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തത് IB ആണ്, ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനാണ്. ബാഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ CSEB എക്സാമിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ബാങ്കിങ് മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ CSEB എക്സാമിന് ഏതൊക്കെ ഏരിയ ആണ് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത്, ഓരോ പാർട്ടിൽ നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർ ഇനിയുള്ള എക്സാമിന് ഈ ഒരു ഏരിയാസിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കുക. CSEB എക്സാമിൻ്റെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് CSEB എക്സാം ഇത്തവണ CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്